ഇപ്പോൾ ഷമ്മി ഈ കേസിലേക്ക് വന്നാൽ ഇപ്പോൾ സിജു പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയെ നോക്കിയാൽ ഏതാണ്ട് 9 സിറ്റിങ്ങോ മറ്റോ ഇതിനോടകം ഈ കേസിൽ നടന്നു. തെളിവുകൾ ഹാജരാക്കുന്നതിന് കൂടുതൽ സമയം ചോദിക്കുക, കേസ് നീട്ടിക്കൊണ്ടുപോകുക, ഈ ശ്രമമെല്ലാം നടന്നുവെന്നാണ് പറയപ്പെടുന്നത്. 9 സിറ്റിംഗ് വന്നു. ആദ്യം തന്നെ ഏതാണ്ട് ഒരു 4 രേഖകൾ ഹാജരാക്കിയിരുന്നു മാത്യു കുഴൽനാടൻ. പിന്നീട് ഏതാണ്ട് 5ഓളം രേഖകൾ ഹാജരാക്കി. ആ ഘട്ടത്തിൽ കോടതി ഈ രേഖകൾ പരിശോധിച്ച് തള്ളുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് നടപടിക്രമങ്ങളെല്ലാം സർക്കാർ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് പോലെ വഴിവിട്ട സഹായം ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണവും ഒരു ഇടപാടും അതിൽ കാണാനില്ല എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നില്ല യഥാർത്ഥത്തിൽ. അതായത് ഒരു കാടടച്ച് വെടിവെക്കുക എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ മാത്യു കുഴൽനാടൻ ഇങ്ങനെ ദിവസവും ഭയങ്കര ആരോപണങ്ങളായിട്ട് രംഗത്ത് വരികയാണ്. ഇതും കാണുമ്പോഴത്തേക്ക് മറ്റേ മാധ്യമങ്ങളെല്ലാം കൂടെ ആവേശപൂർവ്വം എന്താ ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഇവിടെ എന്തോ ചെയ്തു കളയും എന്നുള്ള മട്ടിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചില ആളുകൾ ഇപ്പോൾ പൊട്ടിക്കും അല്ലേ. ഒരു തവണ ഓർമ്മയുണ്ടോ ഷമ്മിക്ക്? അതായത് ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ തലേന്ന് മുതൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രചരിച്ചൊരു സോഷ്യൽ മീഡിയ കാർഡുണ്ട്, പൊളിറ്റിക്കൽ ബോംബുമായി അവൻ വരുന്നു. ഓർമ്മയുണ്ടോ? അതേപോലെ പറയുന്ന കാർഡൊക്കെ ഉണ്ടായിരുന്നു ഒരു വാർത്താ സമ്മേളനം. കുന്നപ്പള്ളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞുകൂടെ, കഴിഞ്ഞ ഈ ഇലക്ഷന് മുമ്പുള്ള ഒരു ദിവസം ഏതാണ്ട് ഭയങ്കര രേഖയായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തി നമ്മൾ അന്തം വിട്ട് അവസാനം താണ്ട ആ രേഖയെന്ന് പറഞ്ഞ അതേ സാഹചര്യമാണ് ഈ കാര്യത്തിലുണ്ടായി. ഇയാൾ 5 രേഖ മാത്യു കുഴൽനാടൻ കോടതിയിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ 4ഓളം ഉണ്ടായിരുന്നു, പിന്നീട് 5 രേഖകളൊക്കെ കൊടുത്തു. പക്ഷെ ആ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ അവിടുത്തെ പൊഴിന്ന് പിന്നെ മണലെടുക്കും. ഈ മണലെടുക്കുന്നതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് CMRL വേണ്ടി എടുക്കുന്നു എന്നാണ്. എന്തുമാത്രം അത് പറഞ്ഞാൽ പോരല്ലോ. ആ പറയുന്നതിനകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ, വസ്തുതയുണ്ടെങ്കിൽ അത് അവതരിപ്പിച്ച് ജയിപ്പിക്കേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടത്.